തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള മൽപ്പിടുത്തവും പോരും ഇന്ത്യ സഖ്യത്തിൻ്റെ പിളർപ്പില് കാരണമാകുമെന്ന അഭ്യൂഹമാണ് ദേശീയ രാഷ്ട്രീയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. കാരണം ഇന്ത്യ സഖ്യം പാർലമെൻറ്റിൽ എപ്പോഴും ഉന്നയിക്കുന്നത് അദാനി വിഷയമാണ്. അദാനി വിഷയത്തിലാണ് പാർലമെൻറ്റ് നടപടികൾ സ്തംഭിപ്പിക്കുന്നത്. അതിനെതിരെ തൃണമൂലും SP-യും അതായത് സമാജ്വാദി പാർട്ടിയും രംഗത്തെത്തിയിരുന്നു. അവർ പറഞ്ഞു, ജനകീയ വിഷയങ്ങളിൽ ഇടപെടണം, ജനകീയ വിഷയങ്ങൾ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണം, ജനകീയമായ ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. എപ്പോഴും അദാനി തന്നെ പറയുന്നത് എന്തിനാണെന്ന വിമർശനമുണ്ട്. ആ സാഹചര്യത്തിലാണ് മമത പറഞ്ഞത്, ആവശ്യമെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഇന്ത്യ മുന്നണിയുടെ അമരത്ത് അതായത് നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത്. മമത ഇക്കാര്യം പറഞ്ഞ ഉടനെ മുതിർന്ന നേതാവായ ശരത് പവാർ, അതായത് NCP ശരത് പവാർ വിഭാഗത്തിൻ്റെ അധ്യക്ഷനായ ശരത് പവാർ പറഞ്ഞു, മമത എന്തുകൊണ്ടും യോഗ്യതയുള്ള നേതാവാണ്, ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ യോഗ്യതയുള്ള നേതാവ് മമത തന്നെ എന്ന് ശരത് പവാർ പറഞ്ഞു വെച്ചു. തൊട്ടു പിന്നാലെ RJDയുടെ ലല്ലു പ്രസാദ് യാദവും പറയുന്നു, മമതയെ സ്വാഗതം ചെയ്യുന്നു. കാരണം മമത വരട്ടെ, മമതയ്ക്ക് ഒരാളുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല, മമത വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ സുഗമമാകും, കുറേ കൂടി ഈസിയാകും, പോരാട്ടം ശക്തമാകും. അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിൽ ഇരുന്നിട്ടുകൂടി YSR കോൺഗ്രസ് അധ്യക്ഷൻ ജഗൻമോഹൻ റെഡ്ഡിയും പറയുന്നു, മമത വരികയാണെങ്കിൽ പാർലമെൻറ്റിലെ പോരാട്ടം ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കോൺഗ്രസിന് എതിർപ്പിനെക്കുറിച്ച് ലാലു പ്രസാദ് യാദവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കോൺഗ്രസിനെ പോയി പണി നോക്കാൻ പറയാനാണ്. കാരണം അത്രയും നിസ്സാരമായാണ് കോൺഗ്രസിനെ ലാലു പ്രസാദ് യാദവ് കാണുന്നത്. ബീഹാറിൽ കോൺഗ്രസ് വളരെ ശക്തി കുറഞ്ഞ പാർട്ടിയാണ്, RJDക്കാണ് അവിടെ കൂടുതൽ ശക്തി, രാഷ്ട്രീയ ജനതാദൾ. അപ്പോൾ അങ്ങനെ നോക്കുക, YSR കോൺഗ്രസ് പറഞ്ഞു. അതുപോലെ തന്നെ കോൺഗ്രസിന് ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. മമതയെ വളരെ നേരത്തെ തന്നെ മമതാ ബാനർജി ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട നേതാവ് കൂടിയാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗക്കാർ. അതുപോലെ ഈ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് അദ്ദേഹവും പറഞ്ഞു, മമതാ ബാനർജി വരണം എന്ന് പറഞ്ഞു. കാരണം എന്താണ്? പാർലമെൻറ്റിലെ പോരാട്ടം ശക്തമാക്കണം. അതിന് കോൺഗ്രസിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ഈ മുന്നണിയിൽ നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ് പറയുന്നത് അദാനി വിഷയങ്ങൾക്ക് മാത്രം, അതുമല്ല ഏകപക്ഷീയമായ നിലപാടുകളാണ് കോൺഗ്രസ് എടുക്കുന്നത്. മുന്നണിയുമായി സഹകരിച്ച് ഒരു ഏകാഭിപ്രായമുണ്ടായി അതിനുവേണ്ടിയല്ല കോൺഗ്രസ് പോരാടുന്നത്. കോൺഗ്രസ് പാർലമെൻറ്റിൽ എടുക്കുന്നത് ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹരിയാന തെരഞ്ഞെടുപ്പിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും ഇന്ത്യ സഖ്യത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ്. കാരണം മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കോൺഗ്രസിന് മുൻതൂക്കമുണ്ട്, മറ്റു കക്ഷികൾക്ക് അവിടെ മുൻതൂക്കമില്ല. അതുകൊണ്ട് കോൺഗ്രസ് അവിടെ അപ്രമാദിത്വം കൈവരിക്കുകയും മുന്നണി മര്യാദ പാലിക്കാതെ സീറ്റുകൾ വിഭജിക്കുകയും അങ്ങനെയാണ് പെരുമാറിയിരുന്നത്. എന്നിട്ട് ഹരിയാനയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ആദ്യ ഫലസൂചനകൾ കാണുമ്പോൾ എല്ലാവരും ആഹ്ലാദിച്ചു, കോൺഗ്രസ് ഇന്ത്യ സഖ്യം മുന്നേറുന്നു എന്ന് കണ്ടു. പക്ഷേ അവിടെ 8 നിലയിൽ പൊട്ടി. മഹാരാഷ്ട്രയാണെങ്കിലോ അവിടെയും ദയനീയമായ തോൽവി തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന് നേരിടേണ്ടി വന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കുമൊക്കെ. ഇതൊക്കെ കണക്ക് കൂട്ടുമ്പോൾ ഇതല്ല കോൺഗ്രസിന് മേൽക്കൈയില്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി വെച്ച് ഇന്ത്യ മുന്നണിയെ വിലയിരുത്തുകയാണ് ഇവർ. ജാർഖണ്ഡിലെ വിജയം പറയുന്നു, അവിടെ കോൺഗ്രസിന് അത്ര ശക്തിയില്ല, അവിടെ ഇന്ത്യ മുന്നണിയായിട്ട് തന്നെയാണ് മത്സരിച്ചത്, അപ്പോൾ അവിടെ മികച്ച വിജയം നേടാൻ കഴിഞ്ഞു. അങ്ങനെ കോൺഗ്രസിന് ശക്തി കുറഞ്ഞ സ്ഥലങ്ങളിൽ മുന്നണി ശക്തമായി മുന്നേറുമ്പോൾ കോൺഗ്രസിന് ശക്തിയുള്ള സംസ്ഥാനങ്ങളിലും മുന്നണി മര്യാദ പാലിച്ച് മുന്നണി ശക്തമായി മുന്നേറിയാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുമാണ് സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും NCP ശരത് പവാർ വിഭാഗവും ഒക്കെ പറയുന്നത്. ഇത് രാഹുൽ ഗാന്ധിക്ക് തീരെ ഇഷ്ടമല്ല. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം MP-മാരുടെ യോഗം വിളിച്ച് പറഞ്ഞു, പാർട്ടി നിലപാട് വ്യക്തമാക്കി. മുന്നണിയിലെ പാർട്ടികളുടെ 2ാം നിര നേതാക്കൾ, മമതാ ബാനർജി ഒന്നും 2ാം നിര നേതാക്കളല്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ. ശരത് പവാർ 2ാം നിര നേതാവാണോ? ശിവസേനയുടെ ഉദ്ധവ് താക്കറെ 2ാം നിര നേതാവാണോ? ലാലു പ്രസാദ് യാദവ് 2ാം നിര നേതാവാണോ? അവരൊക്കെ ആ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളാണ്. അവരാണ് പറയുന്നത് മമതാ ബാനർജി വരണമെന്ന്. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നു, മുന്നണിയിലെ പാർട്ടികളുടെ 2ാം കിട നേതാക്കൾ പറയുന്ന അഭിപ്രായങ്ങൾക്ക് ആരും ചെവി കൊടുക്കേണ്ടതില്ല, അത് മറുപടി അർഹിക്കുന്നില്ല. അതാണ് പാർട്ടി നിലപാട്. ഇനി മുന്നണിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ആർജവം പാർട്ടി നേതൃത്വത്തിനുണ്ട്, അതായത് കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് MP-മാരും ഇതിനകത്ത് ഇടപെടേണ്ടതില്ല, ഭയക്കേണ്ടതില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ സന്ദേശം. തീർച്ചയായും രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാട്, അതായത് 2ാം നിര നേതാക്കൾ എന്നുള്ള കുറ്റപ്പെടുത്തൽ, 2ാം നിര നേതാക്കൾ പറയുന്നതിന് മറുപടി അർഹിക്കുന്നില്ല എന്ന തുറന്നു പറച്ചിൽ, ഇതൊക്കെ മുന്നണിയുടെ കെട്ടുറപ്പിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഇനി ആരോടും പറയേണ്ട കാര്യമില്ല. അത് സംഭവിക്കുക തന്നെ ചെയ്യും. മുന്നണിയുടെ കെട്ടുറപ്പിന്, മുന്നണി മര്യാദകൾ പാലിക്കാൻ കോൺഗ്രസ് തയ്യാറായാൽ മാത്രമേ തൃണമൂൽ കോൺഗ്രസും ശരത് പവാർ വിഭാഗം NCP-യും ഒക്കെ ഈ മുന്നണിക്ക് ഒപ്പം ഉണ്ടാവുകയുള്ളൂ എന്ന സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്.